പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഒരു പ്രകോപനമുണ്ടായാൽ എന്തായിരിക്കും ഇന്ത്യ ചെയ്യുക? ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകളാണ്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും 3 സേനാ തലവന്മാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. യോഗം 2 മണിക്കൂർ നീണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സൈനിക നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വായുസേന വ്യക്തമാക്കി. PR സുനിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുനിൽ, ഈ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ കേന്ദ്രമെടുക്കുന്ന ഒരു നിലപാട്, കേന്ദ്രം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതായി, ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായാൽ ഇന്ത്യ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളതും. അപ്പോൾ ഇത് സംബന്ധിച്ചെല്ലാം വ്യക്തമായ ഒരു സൊല്യൂഷനിലേക്ക് ഈ ചർച്ചകളിലൂടെ ഇന്ത്യ എത്തിച്ചേരുന്നുണ്ടോ? രോഷിനി, ഇന്നലെ നടന്ന DGMO തല ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയായത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാനും തൊട്ടുപുറകെ ഇക്കാര്യത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഏതായാലും അതിന് ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ആവർത്തിച്ചത്. വലിയ തോതിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ വലിയ തോതിൽ ഷെല്ലാക്രമണവും വെടിവെപ്പും ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണവും ഒക്കെ തന്നെ പാകിസ്ഥാൻ നടത്തി. ഏതാണ്ട് 1 മണിക്കൂർ സമയം പാകിസ്ഥാന്റെ ഈ പ്രകോപനം തുടർന്നു. ഏതായാലും ഇത് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണ് എന്ന് ഇന്നലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ വിലയിരുത്തി വരികയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സമാനമായ ഇത്തരം പ്രകോപന സാഹചര്യങ്ങൾ മേലിലും ആവർത്തിച്ചാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗം ചർച്ച ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി, 3 സേനകളുടെ തലവന്മാർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും ഈ യോഗത്തിൽ മറ്റ് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. നാളെ സൈനിക തല ചർച്ച നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്തതിനൊപ്പം ഇപ്പോൾ അതിർത്തിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ടോ, ആ സാഹചര്യത്തിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ആയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു വരികയാണ്. ഏതായാലും നിലവിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഇതൊരു തുടരുന്ന ഓപ്പറേഷനാണ് എന്ന് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ ഇന്ന് വ്യോമസേനയടക്കം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നു എന്ന് മാത്രം. അത് കൃത്യമായി അംഗീകരിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ തീരുമാനിക്കുന്നത് തീർച്ചയായും നാളെ നടക്കാൻ പോകുന്ന DGMO യോഗത്തിന് ശേഷമായിരിക്കും. ഏതായാലും ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പെഹൽഗാം പ്രതികരണം, അതായത് ഈ ഘട്ടത്തിൽ അത് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അത് ഇതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ നമുക്കറിയാം, അതിശക്തമാണ്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ, അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായാൽ മാത്രം ഇത് തുടരുമെന്നാണ്. എന്താണ് വ്യോമസേന യഥാർത്ഥത്തിൽ വ്യക്തമാക്കുന്നത്? രോഷിനി, എന്തായാലും തൽക്കാലം വെടിനിർത്തൽ ധാരണയിലാണ് ഇരു രാജ്യങ്ങളും. ഒരു മിലിറ്ററി ഓപ്പറേഷൻ തൽക്കാലം ഇല്ല. ഇത് പാകിസ്ഥാനും ഇന്ത്യയും നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം ഏതായാലും എടുത്തിരിക്കുന്നത്. ഏതായാലും വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ശക്തമായ പ്രഹരം പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യോമസേനയുടെ പ്രൊഫഷണലിസവും കൃത്യതയും ഒക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. വലിയ വിജയമാണ് ഇക്കാര്യത്തിൽ വ്യോമസേനയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് എന്നാണ് ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സ് അവരുടെ ട്വീറ്റിലൂടെ, അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം വളരെ ശ്രദ്ധേയമായ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വ്യോമസേന ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെറ്റായ വാർത്തകളുടെ പുറകിലും ഊഹാപോഹങ്ങളുടെ പുറകിലും ആരും പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി വ്യോമസേന നൽകുന്നുണ്ട്. ഇത് തുടരുന്നൊരു ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഇത് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അതത് സമയത്ത് മാധ്യമങ്ങളെ അറിയിക്കും. അതല്ലാതെ ഊഹാപോഹങ്ങൾക്ക് പുറകെ പോവുകയും തെറ്റായ റിപ്പോർട്ട്
റിപ്പോർട്ടുകൾക്ക് പുറകെ പോവുകയും ചെയ്യുന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നാണ് വ്യോമസേന ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണം എന്ന മുന്നറിയിപ്പാണ് പ്രധാനമായും വ്യോമസേന പറയുന്നത്. അതുകൊണ്ട് സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നത് ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു. സൈന്യം ഏത് സാഹചര്യത്തിലാണോ നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, അതേ നിലയിൽ തന്നെ സൈന്യം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന കാര്യമൊക്കെ തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും തീരുമാനിക്കുക. കരസേനയായാലും വായുസേനയായാലും നാവികസേനയായാലും എങ്ങനെയൊക്കെയാണോ അതിൻ്റെ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് നടത്തിയത് അതിൽ ഒരു മാറ്റവും തൽക്കാലം വരുത്തിയിട്ടില്ല. ഓക്കെ, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.